തങ്കയങ്കി പ്രഭയിൽ ശബരിമലയിൽ ദീപാരാധന നടന്നു. നാളെയാണ് മണ്ഡലപൂജ. വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചേരുന്നുണ്ട്. നിതിൻ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? തങ്കയങ്കി പ്രഭയിലാണ് ഇന്നത്തെ ദീപാരാധന. ഭക്തർക്ക് കണ്ണും മനവും എല്ലാം നിറയുന്ന കാഴ്ചയാണ്. എന്തൊക്കെയാണ് തിരക്ക്? എങ്ങനെയാണ് ബാക്കി വിശേഷങ്ങൾ? എന്തൊക്കെയാണ്? സന്നിധാനവും പരിസരവും ശരണമന്ത്രങ്ങളാൽ മുഖരിതമായിരിക്കുന്നു. വലിയ ആവേശത്തോടുകൂടി അല്ലെങ്കിൽ വലിയ ഭക്തി നിർഭരമായ അന്തരീക്ഷത്തോടു കൂടിയാണ് ഭക്തർ ഇപ്പോൾ 18ാം പടി ചവിട്ടിക്കൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ ആദിയും വ്യാധിയും അയ്യപ്പന്റെ മുന്നിൽ തുറന്നു പറഞ്ഞ് അയ്യപ്പന്റെ മുന്നിൽ കണ്ണീരണിഞ്ഞ് തങ്ങളുടെ സങ്കടവും സന്തോഷവും പങ്കുവച്ച നിർവൃതിയോടുകൂടിയാണ് ഓരോ ഭക്തനും ശബരിമല സന്നിധാനത്തുനിന്നും തിരിച്ചിറങ്ങുന്ന ഒരു കാഴ്ച. നമുക്ക് ഭക്തി നിർഭരമായ ഒരു കാഴ്ച ശബരിമല സന്നിധാനത്ത് കാണാൻ കഴിയുന്നു. വൈകിട്ട് 6:40 കൂടിയാണ് അയ്യപ്പ വിഗ്രഹത്തിൽ തങ്കയങ്കി ചാർത്തി ദീപാരാധന ആരംഭിച്ചത്. ഇപ്പോൾ തങ്കയങ്കി ചാർത്തിയുള്ള അയ്യപ്പ വിഗ്രഹത്തിൽ ദർശനം നടത്തി സായുജ്യമടങ്ങാനുള്ള ഭക്തരുടെ നീണ്ട നിരയാണ് 18ാം പടിക്ക് താഴെയും വലിയ നടപ്പന്തലിലും മറ്റ് ശരണവഴികളിലും എല്ലാം തന്നെ അയ്യപ്പന്മാരുടെ നീണ്ട നിര നമുക്ക് ദൃശ്യമാകുന്നു. നാളെയാണ് മണ്ഡലപൂജ. നാളെ രാവിലെ 10:30-നും 11:30-നും ഇടയിൽ മണ്ഡലപൂജ നടക്കും. തുടർന്ന് വൈകിട്ട് 10:50-ന് രാത്രി 10:50-ന് ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടുകൂടി ഈ വർഷത്തെ മണ്ഡലപൂജകൾക്ക് സമാപനം കുറിക്കുകയാണ്. വീണ്ടും ഡിസംബർ 30-ന് വൈകിട്ട് 5 മണിക്ക് മകരപൂജയ്ക്ക് വേണ്ടി നട തുറക്കും. എന്തായാലും വലിയ നേരത്തെ വിദ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ശബരിമല സന്നിധാനത്ത് അവരുടെ മുഖത്ത് തങ്ങളുടെ ഇഷ്ടദേവനായ കലിയുഗവരതനായ കാനനവാസനായ അയ്യപ്പനെ കണ്ട് അയ്യപ്പന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞ് അയ്യപ്പന്റെ മുന്നിൽ തങ്ങളുടെ സങ്കടവും സന്തോഷവും എല്ലാം പങ്കുവെച്ചുകൊണ്ടുള്ള ഒരു ആത്മചൈതന്യത്തോടു കൂടിയാണ് ഓരോ അയ്യപ്പ ഭക്തനും ഇപ്പോൾ ശബരിമല സന്നിധാനത്തു തിരിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. തങ്ക അങ്കി ധരിച്ചുകൊണ്ടുള്ള വ്യക്തമാണ്. ശബരിമലയിൽ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടന്നു. നാളെയാണ് മണ്ഡലപൂജ. വിവരങ്ങളുമായി ചേർന്നത് നിതിൻ പ്രഭാകരനാണ്.